ഹായ് ഹലോ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും യൂട്യൂബ് സൊല്യൂഷൻ എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. വിഷയം ദേ കാണുന്നു. ഈ കാണുന്ന ഓപ്ഷൻ എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ ഇത് വലിയൊരു സംഭവമല്ല എന്ന് പലരും പറയുന്നുണ്ടെങ്കിൽ പോലും ഈ വീഡിയോസ് ഞാൻ ഇടാൻ മറ്റൊരു കാരണമുണ്ട്. കാരണം ഇത് വലിയ സംഭവമല്ല എങ്കിൽ പോലും വരുമാനം കിട്ടുന്നവരുടെ, അതായത് $100 വാങ്ങുന്ന ഒരു വ്യക്തിക്ക് ഒരു ചെറിയ പിഴവ് കൊണ്ട് ഒരു പക്ഷേ $100 കിട്ടേണ്ടവൻക്ക് $10 ചുരുങ്ങി പോവാൻ, അതായത് 90% ക്യാഷും ഇല്ലാതാവാൻ സാധ്യതയാകുന്ന ഒരു ഓപ്ഷൻ ഇതിൽ ഒളിഞ്ഞു കിടപ്പുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് വിശദമായിട്ടൊന്ന് കേൾക്കാം ഈ ഓപ്ഷൻ ഏതാണ് എന്നുള്ളത്. സ്റ്റാൻഡ് ഔട്ട് ടു അഡ്വർടൈസ് ഫോർ ഓപ്പർച്യൂണിറ്റീസ് ടു ഏൺ മോർ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനെ കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കാം ഈ ഒരു ഓപ്ഷൻ എന്തിനാണെന്നുള്ളത്. മിക്ക വീഡിയോസിലും ഞാൻ പലപ്പോഴും നിങ്ങളോട് ആരും ഞാൻ പറയാറില്ല, ഒരിക്കലും ഞാൻ നിങ്ങളോട് പറയാറില്ല എൻ്റെ വീഡിയോസ് മുഴുവൻ കാണൂ, എൻ്റെ വീഡിയോസ് കാണൂ, എന്നെ സബ് ചെയ്യൂ എന്നും ഞാൻ എവിടെ പറഞ്ഞതായി എവിടെയും ഞാൻ ഒരു വീഡിയോസിൽ അങ്ങനെ പൊതുവേ പറയാറില്ല എന്നുള്ളതാണ്. പക്ഷെ ഈ വീഡിയോസ് നിങ്ങൾ മോണിറ്റൈസേഷൻ ആയവരാണോ, ഇനി ആകാൻ പോകുന്നവരാണോ, ആകണമെന്ന് താല്പര്യമുള്ളവരാണോ എങ്കിൽ ഈ വീഡിയോസ് നിങ്ങൾ മുഴുവനായി കണ്ടിരിക്കണം എന്നുള്ളത് ഞാൻ ഒരു ഉറപ്പ് പറയാണ്. കാരണം അല്ലാതെ വെറുതെ കൂട്ടുകൂടാം, നമുക്ക് കുറച്ച് സബ്ബാക്കാം, അങ്ങനെയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കാണണമെന്നില്ല. മോണിറ്റൈസേഷൻ യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ ഈ വീഡിയോസ് നിർബന്ധമായും നിങ്ങൾ കണ്ടു തുടങ്ങിയവരാണെങ്കിൽ നിർബന്ധമായി മുഴുവനായി കാണണം എന്ന് ഞാൻ പറയുന്നു. ഇവിടെ ഈ ഒരു ഓപ്ഷൻ നമ്മൾ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് അവിടെ ആ വാക്കിൽ തന്നെ എഴുതിയിട്ടുണ്ട്. അത് ഓപ്പർച്യൂണിറ്റീസ് ഫോർ മോർ ഏൺ എന്ന് പറഞ്ഞിട്ട്, അതായത് നമുക്ക് കൂടുതൽ സമ്പാദിക്കാനുള്ള ഒരു അവസരം എന്നുള്ളതാണ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ട് തരത്തിൽ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഒന്ന് ഇന്റേണൽ ആയിട്ടും മറ്റൊന്ന് എക്സ്റ്റേണൽ ആയിട്ടും എന്നുള്ളത് ആണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇത് നമ്മളോട് നമ്മുടെ അനലറ്റിക്സ് ചോദിക്കുകയാണ്. നമ്മുടെ ചാനൽ എന്ത് വിഷയമാണ് കൈകാര്യം ചെയ്യുന്നത്, എത്ര പേരാണ് നമ്മുടെ വീഡിയോസ് കാണുന്നത്, എത്ര വയസ്സിനിടയിലുള്ളവരാണ്, ആർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസ് ആണ് ഇത്, ഏത് രാജ്യത്തുള്ളവരാണ് വീഡിയോസ് കൂടുതലും കാണുന്നത്, ഏത് വയസ്സിനിടയിലുള്ളവരാണ് ഇത് കൂടുതലും കാണുന്നത് എന്നുള്ള അനലിറ്റിക്സ് ഒക്കെ നമ്മളോട് ചോദിച്ച് മനസ്സിലാക്കിയാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഗൂഗിളിൽ അറിയാൻ പറ്റും. ഗൂഗിളിലൊക്കെ നമ്മൾ എന്താണ് സെർച്ച് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള അഡ്വർടൈസ്മെന്റ് ഒക്കെ അല്ല നമുക്ക് വരല്. ഓക്കെ, നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു ഫ്രിഡ്ജിക്ക് വേണ്ടി ഒരു ഫ്രിഡ്ജൊക്കെ വാങ്ങാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം തുറന്നാലോ എന്ത് തുറന്നാലും നമുക്ക് ആദ്യം വരല് ഫ്രിഡ്ജിന്റെ പരസ്യമായിരിക്കും. അപ്പോൾ ഓൾറെഡി അവരത് കണ്ടെത്തും. സെയിം സംഭവം തന്നെയാണ് ഇവിടെയും നടക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു തേർഡ് പാർട്ടിയാണ് ഇത് ചെയ്യുന്നത്. ഇവിടെ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ പ്രൊഡക്റ്റുകൾ അവർക്ക് സ്പോൺസർഷിപ്പ് ചെയ്യാനും കൊളാബ് ചെയ്യാനും ഒക്കെ നമ്മളെ കണ്ടെത്തുക എന്നുള്ളതാണ് ഒന്ന്. അതെങ്ങനെ അവർ നമ്മളെ കണ്ടെത്തും നമ്മളുടെ ഡാറ്റ അവർക്ക് കൊടുക്കുന്നുണ്ട് നമ്മുടെ ചാനലിന്റെ. അപ്പോൾ അവർക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ഓൺ ചെയ്തിട്ടാൽ ഓട്ടോമാറ്റിക്കലി അവർ പരോക്ഷമായി പറയുന്നത് യൂട്യൂബിന്റെ ആഡ്സെൻസിനും ഈ ഒരു ഡാറ്റ കളക്ട് ചെയ്യാൻ കഴിയുകയും അതോടൊപ്പം തന്നെ നമുക്ക് വരുന്ന പരസ്യങ്ങൾ, ഞാൻ ഈ സ്പോൺസർഷിപ്പിന്റെ കാര്യമല്ല പറയുന്നത്, നമുക്ക് വരുന്ന പരസ്യങ്ങൾ, നോർമൽ വരുന്ന ആഡ്സുകളും ഇത്തരത്തിൽ നമ്മുടെ പ്രേക്ഷകരുടെ സ്വഭാവം അനുസരിച്ചുള്ള പരസ്യങ്ങൾ വരാൻ ചാൻസ് ഉള്ളതും അതുമൂലം നമുക്ക് വരുമാനം കൂടാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പൊ രണ്ട് ഇതാണ് മെയിൻ ആയിട്ട് ഇത് എയിം ചെയ്യുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഒന്ന് എക്സ്റ്റേണൽ ആയിട്ടും മറ്റൊന്ന് ഇന്റേണൽ ആയിട്ടും എന്ന് പറഞ്ഞത്. ഓക്കെ, ഒന്ന് നമുക്ക് പുറത്തു നിന്നുള്ള ഇതേപോലെ സ്പോൺസർഷിപ്പും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ. മറ്റൊന്നാണ് ഞാൻ ഈ പറഞ്ഞത്, പ്രേക്ഷകരുടെ സ്വഭാവം അനുസരിച്ച്, ക്യാരക്ടർ അനുസരിച്ച്, അവരുടെ ആവശ്യങ്ങൾ അനുസരിച്ചുള്ള പരസ്യങ്ങൾ നമ്മളിലേക്ക് എത്തുക എന്നുള്ളത്. ഇനി ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ മുൻകൂട്ടി പറഞ്ഞു തരാം. അതിന് മുന്നോടിയായിട്ട് ഞാൻ നിങ്ങളോട് നിർബന്ധമായും ഇത് കണ്ടിരിക്കണം എന്ന് പറയാൻ കാരണം, ഇതിനെപ്പറ്റി കുറച്ച് ആളുകൾ വീഡിയോസ് ഇട്ടതായി ഞാൻ കണ്ടു. ഞാൻ എന്നൊരു വ്യക്തിയുടെ ചാനൽ നിങ്ങൾക്ക് പരിശോധിച്ചാൽ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കും. യൂട്യൂബിൽ ആരെങ്കിലും എന്തെങ്കിലും ഇതുപോലെ ആളുകളെ പറ്റിക്കുകയോ എന്നെ വിളിച്ചു പറഞ്ഞാൽ ഞാൻ അവരുടെ ഫേസ് കാണിച്ചുകൊണ്ട് തന്നെ വീഡിയോസ് ഇടും. കാരണം ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. യൂട്യൂബിൽ ഇതുപോലെ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് തെറ്റാണെന്ന് തോന്നിയാൽ ഞാൻ പലപ്പോഴും അവരുടെ ഫേസ് കാണിച്ച് വീഡിയോസ് ഇടാറുണ്ട്, അവരുടെ ചാനലിന്റെ പേര് പറഞ്ഞ് ഞാൻ വീഡിയോസ് ഇടാറുണ്ട്. അപ്പോൾ ഒരു തെറ്റൊക്കെ സംഭവിക്കുമ്പോൾ നമുക്കത് തിരുത്താം, നമുക്കത് പറഞ്ഞു കൊടുക്കും. പക്ഷെ സ്ഥിരമായിട്ട് ഇത് തന്നെ കുറച്ച് ആളുകൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് ഒരുപാട് ആളുകളെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. ഇതിന്റെ ഈ ഒരു സെറ്റിങ്സ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ മറ്റൊരു സെറ്റിങ്സ് ആണ് അവർ കാണിക്കുന്നത്.
എന്നിട്ട് അത് ടിക്ക് ചെയ്യാൻ പറയുകയാണ്. ആ ടിക്ക് ചെയ്യുന്നതോട് കൂടിയിട്ട് ഞാൻ അതാണ് ആദ്യം വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞത്. നമുക്ക് അവർ ടിക്ക് ചെയ്യാൻ പറയുന്ന ഓപ്ഷൻ ഏതാണ്, നേരെ മറിച്ച് നമ്മൾ ടിക്ക് ചെയ്യേണ്ട ഓപ്ഷൻ ഏതാണ്, ഇത് രണ്ടും മാറി മാറിയിട്ടാണ്. ഇത് ഈ ഒരു പ്രോബ്ലം സ്റ്റാർട്ട് ആവുന്നത് എവിടുന്നാണെന്ന് അറിയൂ? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക. ഒരു വീഡിയോസ് ചെയ്യുമ്പോൾ അതിനു വേണ്ടി എടുക്കുന്ന എഫേർട്ട് എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല. കാരണം അത് നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് അതിന്റെ കാര്യങ്ങൾ ഓരോന്നായി, കാരണം മറ്റുള്ളവർ പറയുന്ന അതുപോലെയെങ്കിലും പറയാൻ നമ്മൾ ശ്രമിക്കണം. അതായത് ശരിയായ കാര്യം അതുപോലെ ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടായിന്ന് വരും, പക്ഷെ മറ്റുള്ളവർ പറയുന്നത് അതുപോലെയെങ്കിലും പറയാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് ഇവിടെ സംഭവിക്കുന്നത്. ആദ്യം ഞാൻ വീഡിയോസ് ഇടണം, രാവിലെ എണീറ്റ ഉടനെ തന്നെ, അല്ലെങ്കിൽ രാത്രിയെ ഓടിച്ച് പോയിട്ട് പാടത്തും പറമ്പിലും എവിടെയെങ്കിലൊക്കെ ഇരുന്നിട്ട് അങ്ങോട്ട് വീഡിയോസ് ഇടുന്ന ഒരു പ്രവണത. അതുകൊണ്ട് ഇത് കാണാനും ആളുകളുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ രസകരം. എന്നിട്ട് ഇത് എന്താ പറയാ, മണ്ടത്തരമായാലും കളവായാലും എന്തായാലും ഇത് വിടാതെ അങ്ങോട്ട് മിണുങ്ങുക, വിശ്വസിക്കുക. എന്നിട്ട് താങ്ക് യു ചേട്ടാ, താങ്ക് യു ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് ഇതിനുള്ള മറുപടി നമ്മളിതൊക്കെ കാണുന്നുണ്ട്. പക്ഷെ ഈ ഒരു വീഡിയോസും എനിക്ക് വേണമെങ്കിൽ അവരുടെ പേര് തന്നെ എടുത്ത് പറയാൻ പറ്റും, പക്ഷെ പേരും ചാനലും പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ വീഡിയോസ് ഇടും. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്, എനിക്കങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ളതും അത് ചെയ്തവർക്കറിയാം. സോ ഞാനത് അങ്ങനെ പറയാൻ കാരണം എന്താണെന്നറിയോ? അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് അവർ. ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, അറിയാതെ വന്ന പിഴവല്ലേ എന്ന് നിങ്ങൾ പറയാം, പക്ഷെ അത്തരത്തിലുള്ള ഒരുപാട് ഫാൾട്ടുകൾ അവരുടെ കയ്യിലുണ്ട്. ഈ ഒരു ഓപ്ഷൻ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഈ വീഡിയോസ് ഇട്ടവർ പിന്നെ അടുത്ത കാര്യം അവർ പറയുന്നത്, ഞങ്ങൾ യൂട്യൂബിന്റെ വർക്കുകൾ ചെയ്യുന്നുണ്ട്, ഞങ്ങൾ യൂട്യൂബിന്റെ എല്ലാ സെറ്റിങ്സും റെഡിയാക്കി കൊടുക്കുന്നുണ്ട്, ആവശ്യമുള്ളവർ ഈ നമ്പറിൽ ബന്ധപ്പെടൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അടുത്ത അവർ വർക്ക് അപേക്ഷിക്കുന്നത്. ഒരു പക്ഷെ ഒരു അഭ്യർത്ഥന കണ്ടിട്ട് ഇഷ്ടംപോലെ ആളുകൾ വർക്കുകൾ കൊടുക്കുന്നുണ്ടാവും. അപ്പൊ അത്തരം വർക്കുകൾ കൊടുക്കുമ്പോൾ അവരുടെ ചാനലിന് എത്രമാത്രം അധപ്പതനം ഉണ്ടാകുമെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. പ്രിയപ്പെട്ടവരെ, ദയവ് ചെയ്ത് നിങ്ങൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത് എന്ന് മാത്രം ഞാൻ പറയാണ്. എങ്ങനെയാണ് ഈ സെറ്റിങ്സ് ചെയ്യേണ്ടത് എന്നുള്ളത് 30 സെക്കൻഡിനുള്ളിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു സെറ്റിങ്സ് ആണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ആളുകൾ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അവർ ഏത് സെറ്റിങ്സ് ആണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഡെസ്ക്ടോപ്പ് വേർഷൻ ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എന്ത് കാണാൻ പറ്റും? സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ കാണാം. ഓക്കെ, ഇവിടെ സെറ്റിങ്സ് എന്ന ഓപ്ഷൻ എടുത്തതിന് ശേഷം നിങ്ങൾ എടുക്കേണ്ടത് ചാനൽ എന്നുള്ളൊരു ഓപ്ഷനാണ്. ഓക്കെ, ചാനൽ എന്നുള്ളൊരു ഓപ്ഷൻ എടുത്തിട്ട് ഇവിടെ അഡ്വാൻസ്ഡ് സെറ്റിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇതേ കാണുന്നു. ഇവിടെ അഡ്വാൻസ്ഡ് സെറ്റിങ്സ് ഞെക്കി കഴിയുമ്പോൾ ഇതിങ്ങനെ പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ പല ഓപ്ഷനുകളും കാണാൻ പറ്റും. ഓക്കെ, തേർഡ് പാർട്ടി ട്രൈയിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഹൈപ്പിൻ്റെതുണ്ട്, അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരുന്നുണ്ട്. ഓക്കെ, ഇതൊന്നും തൊട്ട് പോകരുതേ മക്കളെ. ഓക്കെ, ഞാൻ പറയാം. ഇതാ ഇവിടെ കാണുന്ന സംഭവം ചാനൽ ഇൻസൈറ്റ് ഷെയറിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കണ്ടില്ലേ? ഇത് ജസ്റ്റ് ഒന്ന് അലോ കൊടുക്കുക, ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത് അലോ കൊടുക്കുക, അതിനുശേഷം നിങ്ങൾ സേവ് ചെയ്യുക. ദാറ്റ്സ് ഓൾ, കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ഈ അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ തുടരുത് എന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീഡിയോയിൽ വ്യക്തമായി ഞാൻ അതിനെക്കുറിച്ച് പറയാം. പ്രിയപ്പെട്ടവർ, ആ വീഡിയോയുടെ ഇടയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പൊന്നു മക്കളെ അത് തുടരുത് എന്ന് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളോട്. ആ ഒരു ഓപ്ഷനാണ് ഞാൻ ഇവിടെ പറയുന്നത്. അവിടെ ഒരു അഡ്വർടൈസ്മെന്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് ടിക്ക് ചെയ്യാനാണ് പലരും പറയുന്നത്, പല വീഡിയോസുകളും പലരും പറയുന്നത്. അത് ടിക്ക് ചെയ്താൽ നമുക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം. ഓക്കെ, അതിന്റെ അടിയിൽ ടിക്ക് ചെയ്യാനുള്ളതൊന്നും നമുക്ക് വായിച്ചു നോക്കാം. ഡിസേബിൾ ഇൻട്രസ്റ്റഡ് ബേസ്ഡ് ആഡ്സ് എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഡിസേബിൾ ഇൻട്രസ്റ്റഡ് ബേസ്ഡ് ആഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അതായത് നമ്മുടെ ഇൻട്രസ്റ്റിന് ഫലം, ഞാൻ ഇതിനു മുന്നേ ഞാനൊരു വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഗൂഗിൾ നമ്മൾ എന്താണോ സെർച്ച് ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരസ്യങ്ങളാണ് നമുക്ക് വരുന്നത് എന്നുള്ളത്. അതായത് പ്രേക്ഷകന്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ചുള്ള പരസ്യങ്ങൾ. ഫ്രിഡ്ജിന്റെ ഒരു വില നോക്കാൻ വേണ്ടി ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അവൻ ഇൻസ്റ്റാഗ്രാം തുറന്നാലും യൂട്യൂബ് തുറന്നാലും ഒക്കെ അവനക്ക് വരുന്ന ആഡ്സുകൾ ഇത്തരത്തിലായിരിക്കും. ഈ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ആഡ്സുകൾ കാണിക്കില്ല എന്ന് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഓപ്ഷൻ നിങ്ങളോട് ടിക്ക് ചെയ്യാൻ അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചുള്ള ഒരു പരസ്യങ്ങളും നിങ്ങൾക്ക് വരില്ല എന്നുള്ളതാണ്. ഇനി ഇതിൽ മറ്റൊരു കാര്യം ഞാൻ പറയാം. യൂട്യൂബിന്റെ 90% പരസ്യങ്ങളും വരുന്നത് എങ്ങനെയാണ്? ഈ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റിന്റെ ഒരു ഇതിന്റെ അനുപാതത്തിലാണ് എല്ലാവർക്കും പരസ്യങ്ങൾ വരുന്നത്. അത്തരത്തിലുള്ള പരസ്യങ്ങളാണ് അധികവും കുറച്ച് ഭാഗമെങ്കിലും നമ്മൾ കാണുന്നത്. മറ്റത് വരുമ്പോഴേക്കും സ്കിപ്പ് ചെയ്യും.
എങ്കിലും ആ സ്കിപ്പബിൾ പോലും അൺസൈക്കബിൾ ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും ചിലപ്പോൾ. അവർക്കാണ് അവിടെയാണ് നമ്മൾ ഈ ഓപ്ഷൻ നമ്മൾ ടിക്ക് ചെയ്ത് വെക്കുന്നത്. അതായത് അവിടെയാണ് നിങ്ങൾക്ക് $100 കിട്ടേണ്ട നിങ്ങൾക്ക്, അതായത് $10 പോലും കിട്ടാനുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അവിടെയാണ്. അപ്പൊ ഈ ഒരു ഓപ്ഷൻ വ്യക്തമായി ഇതിനെക്കുറിച്ച് പഠിക്കാതെ യാതൊരു ഇതുമില്ലാതെ ഇന്നയാളൊരു വീഡിയോസ് ഇട്ടു എങ്കിൽ ഞാനും അതേപോലെ ഇട്ട് കളയാം, ഓക്കെ അവർ രണ്ടുപേരും ആ വീഡിയോസ് ഇട്ടു എന്നാൽ ഞാനും അങ്ങനെ ഇട്ട് കളയാം എന്നുള്ളതിലാണ് ഒരുപാട് ആളുകൾ ആ വീഡിയോസ് ഇങ്ങനെ ഇട്ടിട്ടുള്ളത്. ഈ മുറിവൈദ്യം ജീവൻ എടുക്കും എന്നൊക്കെ പറയുന്ന പോലെ ഇത്തരത്തിൽ ഇതിനെക്കുറിച്ച് അറിയാതെ പഠിക്കാതെ ഒന്നും ഇങ്ങനെ വിളിച്ച് പറയുമ്പോഴാണ് ഈ പ്രോബ്ലംസ് ഉള്ളത്. ഞാൻ പലപ്പോഴും വീഡിയോസ് ഇടുമ്പോൾ പറയാറുണ്ട്, ഞാൻ പഠിച്ചിട്ട് പറയൂ, ഇതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തിട്ടെങ്കിലും എന്താണ് അല്ലെങ്കിൽ മറ്റുള്ളവർ എന്താണ് പറയുന്നത് എന്നുള്ളതെങ്കിലും അറിഞ്ഞിട്ട് സംസാരിക്കൂ എന്നൊക്കെ പറഞ്ഞ് ഞാൻ വീഡിയോസ് ഇടാറുണ്ട്. യൂട്യൂബിൽ വീഡിയോസ് ഇടാൻ കണ്ടന്റിന് ഒരു ക്ഷാമമുള്ള ഒരു വിഷയമുള്ള കാര്യമൊന്നുമല്ല. രാവിലെ തന്നെ പറമ്പിലേക്കോ പാടത്തേക്കോ റൂം അടച്ചിട്ട് ഇരുന്നിട്ട് നമുക്ക് തിരിച്ചും മറിച്ചും ഇടാം. ഒരു എന്താ പറയാ, ഈ ദോശയുടെ മാവ് എടുത്തിട്ട് നമ്മൾ ഇഡ്ലി പാത്രത്തിലേക്ക് പാരുമ്പോൾ അത് ഇഡ്ലിയായി മാറുന്നു. അതേപോലെ തന്നെ ദോശയിലിട്ട് വരത്തുമ്പോൾ ദോശപാത്രത്തിലേക്ക് മാറ്റുമ്പോൾ അത് ദോശയായി മാറുന്നു. ഇത് തന്നെയാണ് നമ്മളെല്ലാവരും, ഒരുവിധം എല്ലാ യൂട്യൂബർമാരും ഒരേ കാര്യം തന്നെ തിരിച്ചും മറിച്ചും ആ ഓപ്ഷൻ എടുത്ത് ഇങ്ങോട്ട് ഇട്ടിട്ടും ഒരേ കാര്യം തന്നെയാണ് ഞങ്ങൾ ഈ സംസാരിക്കുന്നതൊക്കെ. അപ്പോൾ അത്തരത്തിൽ എനിക്കും വേണമെങ്കിൽ കണ്ടന്റുകൾ ദിവസവും വന്ന് എന്തെങ്കിലും കണ്ടന്റ് വിളിച്ച് പറയാം. പക്ഷേ പറയുന്ന കാര്യങ്ങൾ ഏതായാലും സത്യസന്ധമായിരിക്കണം എന്നുള്ളതാണ്. മറ്റുള്ളവർക്ക് നമ്മളെ സഹായിക്കാൻ പറ്റിയില്ലെങ്കിൽ അവരെ ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് യൂട്യൂബിൽ ഒരു $100 ഒക്കെ നേടാനോ, ഞാൻ ഇഷ്ടംപോലെ ആളുകളെ നമ്മൾ കാണുന്നുണ്ട്. ഈ പാവപ്പെട്ട വീട്ടമ്മമാർ, ഫാമിലി, അത്തരത്തിലുള്ള ഒരുപാട് ആളുകളൊക്കെ ഉണ്ട്. ഇവർക്കൊക്കെ ഒരു $100 കിട്ടാൻ അവര് എത്ര വീഡിയോസ് ഇടുന്നു എന്നുള്ളത്, എന്തി വലിഞ്ഞു ഓടിച്ചാടി വീഡിയോസ് ഒക്കെ എടുത്ത് അത് $1, $1.5, 9, 10, 11 അങ്ങനെ പതുക്കെ കയറി $100 എത്തിക്കാൻ പെടുന്ന പാട് 6 മാസത്തും കൂടുമ്പോഴും 5 മാസം കൂടുമ്പോഴൊക്കെ ആയിരിക്കും. ഒരു പക്ഷേ ചിലർക്ക് വർഷങ്ങൾ എടുക്കും $100 കിട്ടാൻ. അത്തരക്കാർ ഈ ഒരു ഓപ്ഷനും കൂടെ ഓൺ ചെയ്ത് വെച്ചാൽ അവർ മരിക്കുന്നതിന് മുന്നേ അവർക്ക് ഈ ക്യാഷ് കിട്ടുമെന്ന് അറിയില്ല. അപ്പൊ പ്രിയപ്പെട്ടവർ, ഇത് തിരുത്തേണ്ട കാര്യമാണെങ്കിൽ, നിങ്ങൾക്ക് തെറ്റ് പറ്റിയെങ്കിൽ നിങ്ങൾ ആ വീഡിയോസ് തിരുത്തുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വീഡിയോസ് ഇടും, ഞാൻ എങ്ങനെ ആയാലും അവരിട്ട വീഡിയോസും ഞാൻ ഇടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. നിങ്ങൾക്ക് തെറ്റ് പറ്റി പോയി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അത് തിരുത്തിക്കൊണ്ട് നിങ്ങൾ ഒരു വീഡിയോസ് ഇടുക, അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, ഞാൻ ഇങ്ങനെ ഒരു വീഡിയോസ് ഇട്ടിരുന്നു, അത് ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി, അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഡിലീറ്റ് ചെയ്യുന്നു, ഇതിന്റെ ശരിക്കുള്ള പ്രവർത്തനം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ വീഡിയോസ് ഇട്ട സ്ത്രീ ആയാലും പുരുഷനായാലും ആരൊക്കെ ആയാലും നിങ്ങൾ അത് എല്ലാവരും തിരുത്തി പറയുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. അത് നിങ്ങൾ ഇത്രയും കാലം നിങ്ങൾക്ക് വർക്കുകൾ തന്ന പ്രേക്ഷകരോടും നിങ്ങളെ ഫോളോ ചെയ്യുന്ന പ്രേക്ഷകരോടും നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഉപകാരമായിരിക്കും എന്നുള്ളതാണ്. ഇനി ഇതിന്റെ മറ്റൊരു കാര്യം പറയേണ്ടത് എന്ന് വെച്ചാൽ, പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇത് പലരും എന്നോട് ഇങ്ങനെ ഇതിനെപ്പറ്റി സംശയങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ ഗ്രൂപ്പിലൊക്കെ ഇതിന്റെ സംശയങ്ങൾക്കൊക്കെ മറുപടി കൊടുക്കാറുണ്ട്. അവരുടെ ചോദ്യം ഇതാണ്: മോണിറ്റൈസേഷൻ ഉള്ളവർക്ക് ഇത് ഉപകാരപ്പെടുന്നു, മോണിറ്റൈസേഷൻ ഇല്ലാത്ത ഞങ്ങൾക്ക് എന്തിനാണ് ഇങ്ങനെ ഒരു മെസ്സേജ് വരുന്നത്, മോണിറ്റൈസേഷൻ ഇല്ലാത്ത ഞങ്ങൾക്ക് എന്തിനാണ് ഇതുകൊണ്ടുള്ള ഉപകാരം എന്നുള്ളത്, അതുപോലെ തന്നെ ഞങ്ങൾ എന്തിനാണ് ആ ഒരു ഓപ്ഷൻ ഓൺ ചെയ്യേണ്ടത് എന്നുള്ളത്. ഇവിടെ പറയാതെ പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. കൺസെന്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഞാൻ പറഞ്ഞു നിങ്ങളോട്. ഗൂഗിൾ നമ്മുടെ ഡാറ്റക്ക് ഭയങ്കരമായിട്ടുള്ള വാല്യൂ ഉണ്ട്. അപ്പോൾ അത് യൂട്യൂബ് എങ്ങനെ ഉപയോഗിക്കുന്നു, ആർക്കൊക്കെ കൊടുക്കുന്നത് എത്ര ക്യാഷ് എന്നുള്ളതൊക്കെ അതിന്റെ പുറകിലുള്ള കാര്യങ്ങളാണ്. അതിങ്ങനെ ചർച്ചയായിട്ട് നമുക്ക് യൂട്യൂബിലൊന്നും ഇരുന്നുകൊണ്ട് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ ഡാറ്റ ഒരാൾക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഒഫീഷ്യലി അതൊരു മറ്റൊരു രാജ്യത്തുള്ള ഒരു വ്യക്തിയുടെ കമ്പനി ആണെങ്കിൽ പോലും നമ്മുടെ ഡാറ്റ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ അനുവാദം വേണം, കൺസെന്റ് വേണം. ആ കൺസെന്റ് ആണ് ഇവിടെ നിങ്ങൾ കൊടുക്കുന്നത്. അത് കൊടുക്കുന്നതോട് കൂടിയിട്ട് എന്താവും, ഈ ഡാറ്റ ഏതെല്ലാം രൂപത്തിൽ അത് ഉപയോഗിക്കുന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. മെയിൻ ഓരോരോ കമ്പനികളും ഇത് ഉപയോഗിക്കുന്ന അവരുടെ പ്രൊഡക്റ്റുകൾ കറക്റ്റായിട്ട് എത്തേണ്ടവിടത്ത് എത്താൻ തന്നെ വേണ്ടിയാണ്, നമ്മുടെ ആവശ്യങ്ങൾ അറിയാൻ വേണ്ടി തന്നെയാണ്. അപ്പൊ ഇത് എനേബിൾ, നിങ്ങളത് ഈ ടിക്ക് ഓൺ ചെയ്ത് വെച്ചോളൂ എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. വളരെ ഇതിന്റെ ഒരു മെറിറ്റ്സും ഡിമെറിറ്റ്സും പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഓൺ ചെയ്ത് വെച്ചോളൂ. ഓൺ ചെയ്ത 2 കാര്യങ്ങൾ, ഇന്റേണലും എക്സ്റ്റേണലും ആയിട്ടുള്ള 2 കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ആഡ്
ആഡ്സൻസ് വഴി വിടുന്ന പരസ്യങ്ങൾ വരെ ഈ നമ്മളുടെ ടാക്സിനനുസരിച്ചിട്ടുള്ള, കാരണം നമ്മൾ ഓൾറെഡി നമുക്ക് ഈ ഒരു തേർഡ് പാർട്ടിക്ക് ഇത് കൊടുക്കുമ്പോൾ ആഡ്സെൻസിനും ഓട്ടോമാറ്റിക്കലി അത് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മുടെ പ്രേക്ഷകരുടെ ടേസ്റ്റും ഇതും എന്താണെന്നുള്ളത് ഓട്ടോമാറ്റിക്കലി അത്തരത്തിലുള്ള പരസ്യങ്ങളാണ് വരുന്നത്. അപ്പൊ ഈ ഒരു ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് ടിക്ക് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈ ഓപ്ഷൻ സത്യസന്ധമാണോ അല്ലയോ എന്നുള്ളത് ഗൂഗിളിലൊക്കെ തന്നെ പറ്റിയൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. വെറുതെ അവരാണ് ഓക്കെ, അവർ സൂപ്പറാണ്, നിങ്ങൾ ആദ്യം തന്നെ വന്ന് വീഡിയോസ് ഇട്ടല്ലോ, നിങ്ങൾ പറയുന്നത് ശരിയാണ്, പിന്നെ അവർ പറയുന്നത് ഞങ്ങൾക്ക് കറക്റ്റായി മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ. അപ്പോ യൂട്യൂബ് ടെക് പറയുക എന്നൊക്കെ പറഞ്ഞാൽ ദിവസവും രാവിലെ വന്നിട്ട് പേടിപ്പിക്കലല്ല എന്നുള്ളത് കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഒരു കാര്യം കൂടി ഞാൻ സിമ്പിൾ ആയിട്ട് പറയാം. യൂട്യൂബ് നിങ്ങളെല്ലാവരും ചാനൽ നിർത്തി പോകാൻ വേണ്ടിയിട്ടൊന്നും ഒരിക്കലും നിങ്ങളോട് ആരും പറയുന്നില്ല. യൂട്യൂബ് മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു, ജൂലൈ 15 വരുന്ന റൂൾസുകളെ പറ്റി നിങ്ങളോട് വ്യക്തമായിട്ട് പറഞ്ഞു എന്നുള്ളതാണ്. അതിനുശേഷം യൂട്യൂബ് മറ്റൊരു റൂൾസും കൂടെ വന്നിരുന്നു, അതാരും പറഞ്ഞില്ല. ജൂലൈ 15 ശേഷമുള്ള ആ ഒരു ഇതിൽ അയവ് വരുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് യൂട്യൂബ് മറ്റൊരു ഇത് പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. അതാരും ചർച്ച ചെയ്യുന്നില്ല. കാരണം അവിടെയാണ് പേടിപ്പെടുത്തുന്നതായ കാര്യങ്ങളൊക്കെ കേൾക്കാനാണ് എല്ലാവർക്കും താല്പര്യം. ഈ ഒരു എയിമിലേക്ക് പോവാൻ, അല്ലെങ്കിൽ ഇതിൽ നിന്നും വരുമാനം ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ ഇവർക്ക് ഇതൊക്കെയാണ് ആഗ്രഹം. ഇത്തരം ഇതൊക്കെ ചെയ്യുന്നവരോട് നിങ്ങൾ ചാനൽ സെറ്റിംഗ്സിനൊന്നും അറിയാതെ പോലും കൊടുത്തു പോകരുത് എന്നൊരു അപേക്ഷയെ എനിക്കുള്ളൂ. കാരണം ഇത്തരത്തിലാണ് നിങ്ങൾ ചാനൽ സെറ്റ് ചെയ്ത് തരുന്നത് എങ്കിൽ പിന്നെ അറിയാലോ, നിങ്ങൾ 10 കൊല്ലം എടുക്കുന്ന പണി പൈസ ചിലപ്പോൾ 1 കൊല്ലത്തെ ശമ്പള പൈസയെ കിട്ടുള്ളൂ, അത്രേ ഉള്ളൂ. ഓക്കെ, ഇത്തരം സെറ്റിങ്സുകളൊക്കെ കുറിച്ച് പോലും വ്യക്തമായി ധാരണയില്ലാത്തവരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ വർക്കുകളൊക്കെ കൊടുക്കുമ്പോൾ നല്ലവണ്ണം ചിന്തിച്ച് പ്രവർത്തിച്ച് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ചാനൽ നിങ്ങളുടേതാണ്. യൂട്യൂബ് നിങ്ങളെല്ലാവരും ചാനൽ നിർത്തി പോകണമെന്ന് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും ചേർത്ത് പിടിച്ച് എല്ലാവരും കിടിലൻ കണ്ടന്റുകൾ ഇടാനാണ്. അതുകൊണ്ട് തന്നെ യൂട്യൂബ് ഒരു റൂൾസും നിങ്ങളുടെ ചാനൽ പെട്ടെന്ന് അടിച്ചു കളയാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ചാനൽ എടുത്ത് ഒഴിവാക്കാനോ ഒന്നും യൂട്യൂബ് പോകുന്നില്ല. നിങ്ങൾ അഹമ്മതി കാണിക്കുമ്പോൾ, കുരുത്തക്കേട് കാണിക്കുമ്പോൾ യൂട്യൂബ് ചെയ്യുന്ന കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ആവശ്യമില്ലാതെ സ്പാമുകൾ പരിപാടികൾ ഒപ്പിക്കുന്നവർക്കൊക്കെ യൂട്യൂബ് പണി കൊടുക്കുന്നുള്ളൂ. അത് ആരൊക്കെയാണ്? വെറുതെ വന്ന് കൂടെ ഒരുമിച്ച് ആവാം ഇതാവാം എന്നുള്ളതൊക്കെ. അതിനെപ്പറ്റി വിശദമായിട്ട് അടുത്തൊരു വീഡിയോസിൽ നമുക്ക് ചർച്ച ചെയ്യാം പ്രിയപ്പെട്ടവരെ. അപ്പൊ നിങ്ങൾക്ക് ഉപകാരം എന്ന് തോന്നുന്ന മറ്റൊരു കണ്ടന്റുമായി ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ.